പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാർ, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ഈ വഖഫ് നിയമ ഭേദഗതിയുടെ ഒരു സവിശേഷ പശ്ചാത്തലത്തിലായിരിക്കാം ഈ ചർച്ച തീരുമാനിക്കപ്പെട്ടത്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വഖഫ് നിയമ നിർമ്മാണം ഇല്ലെങ്കിൽ ആ നിയമ ഭേദഗതി ഒരിക്കലും തന്നെ രാജ്യത്ത് ഒറ്റപ്പെട്ട് നടന്ന ഒരു സംഭവമായിരുന്നില്ല. മറിച്ച് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയുടെ, ഒരു പ്രക്രിയയുടെ ഒരു തുടർച്ച മാത്രമായിരുന്നു വഖഫ് നിയമ ഭേദഗതി. ഒരുപാട് നിയമങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ നിർമ്മാണത്തിന് ശേഷം 1950 ശേഷം രാഷ്ട്രം നേരിട്ട വളരെ സവിശേഷമായ ഒരു പരീക്ഷണ ഘട്ടമായിരുന്നു 2014 ശേഷം നാം അഭിമുഖീകരിച്ചത്. എന്തുകൊണ്ടാണ് 2014 ശേഷമുള്ള രാഷ്ട്രീയ പ്രവണത അല്ലെങ്കിൽ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ഇതം പ്രഥമമായി തീർന്നത്, അൺപ്രസിഡൻറ്റഡ് എന്ന് ആയിത്തീർന്നത് എന്നുള്ളത് നാം സ്വയം ചോദിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിലൂടെ നാം കടന്നുപോയിട്ടുണ്ട്. പക്ഷെ അടിയന്തരാവസ്ഥയുടെ കാലത്ത് നാം സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയങ്ങൾ, മനുഷ്യൻ്റെ അന്തസ്സിൻ്റെ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോൾ പോലും ന്യൂനപക്ഷ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഇതുപോലെ അന്ന് ആ വിഷയം ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുകയില്ല. പക്ഷേ ഇത്രയും ദേശീയ തലത്തിൽ, ഇത്രയും ആഴത്തിൽ ന്യൂനപക്ഷ അവകാശ ധ്വംസനങ്ങൾ ഉണ്ടായിട്ടില്ല. അടിയന്തരാവസ്ഥ മറ്റ് പല തരത്തിലും ഇപ്പോഴുള്ള കാലഘട്ടം അടിയന്തരാവസ്ഥയിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് പോലെ മറ്റു പല തരത്തിലും അത് വ്യത്യാസമാണ്. നമുക്കറിയാം, ഇതൊരു 100 വർഷം പ്രായമുള്ള ഒരു പദ്ധതിയുടെ ആവിഷ്കാരമാണ് അതിൻ്റെ മാരകമായ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 10 വർഷമായി. അത് ഒരിക്കലും അടിയന്തരാവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള കാര്യമില്ല. അടിയന്തരാവസ്ഥ ഒരുപക്ഷെ ഒരു തരത്തിലുള്ളൊരു അബറേഷനായിരുന്നു, കടുത്തതായിരുന്നു. പക്ഷേ അതൊരു മാരകമായ വ്യതിചലനമായിരുന്നു. അന്നും സ്ഥാപനങ്ങൾ പക്ഷേ ഇതുപോലെ, തീർച്ചയായിട്ടും സ്ഥാപനങ്ങൾ ഒരു പരിധിവരെ ബാധിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഇന്നത്തേതുപോലെ വളരെ ക്രമാനുഗതമായി സ്ഥാപനങ്ങളെ നിലംപരശാക്കിയ ഒരു കാലാവസ്ഥ, ഒരു രാഷ്ട്രീയ സാഹചര്യം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് അവരുടെ സ്വാഭിപ്രായം വലിയൊരു പരിധിവരെ സ്വതന്ത്രമായി രേഖപ്പെടുത്താൻ കഴിഞ്ഞതും അടിയന്തരാവസ്ഥയ്ക്ക് ഉത്തരവാദിയായിട്ടുള്ള ആളുകളെ അധികാരത്തിന് നിന്ന് ഒരു ചെറിയ കാലത്തേക്കെങ്കിലും പുറത്തു നിർത്താൻ സാധിച്ചത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പുകൾ പോലും മാറിപ്പോയിരിക്കുന്നു. തെരഞ്ഞെടുപ്പുകൾ എത്രമാത്രം വിശ്വാസ്യതയുള്ളവയാണ് എന്നുള്ള വളരെ മർമ്മപ്രധാനമായ ചോദ്യം വ്യാപകമായി തന്നെ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് EVMൻ്റെ കാര്യത്തിൽ മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനത്തിലടക്കം സംശയകരമായിട്ടുള്ള അല്ലെങ്കിൽ സംശയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ധാരാളം ചോദ്യങ്ങൾ സാർവത്രികമായി തന്നെ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിലാണ്, ഈ ഒരു പശ്ചാത്തലത്തിലാണ് നാം ന്യൂനപക്ഷാവകാശങ്ങളെക്കുറിച്ച്, ന്യൂനപക്ഷാവകാശ ധ്വംസനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും ചോദ്യങ്ങൾ ചോദിക്കുന്നതും. ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും വഖഫ് നിയമ ഭേദഗതി വന്നു. വഖഫ് നിയമ ഭേദഗതി ഇവിടെ സ്വാഗത പ്രസംഗകൻ സൂചിപ്പിച്ചതുപോലെ വഖഫ് നിയമ ഭേദഗതി പലപ്പോഴും ആളുകൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയോ എന്ന് പോലും സംശയമുണ്ട്. ഇപ്പോൾ അതിനൊരു ഉദാഹരണമാണ്, ഇപ്പോൾ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവ്
അപ്പോൾ അതൊരു സ്റ്റേ ഉത്തരവാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ പലരും വലിയ വിജയമായിട്ട് ആഘോഷിക്കുന്നുണ്ടോ എന്നുള്ളത്. അത് ഈ കാര്യവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ വസ്തുതകളുടെ അജ്ഞതയോ അല്ലെങ്കിൽ അവ അംഗീകരിക്കാനുള്ള വിമുഖതയോ കൊണ്ടാണ് എന്നുള്ളതാണ് എൻ്റെ എളിയ അഭിപ്രായം. കാരണം 1 ഡസനിലേറെ വകുപ്പുകളിലൂടെ രാജ്യത്ത് നിലവിലുള്ള മതസ്വാതന്ത്ര്യത്തിലും മതവിശ്വാസ സ്വാതന്ത്ര്യത്തിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു നിയമത്തെ അട്ടിമറിക്കുന്ന ഒരു നിയമ ഭേദഗതിയിൽ, അത് നിയമ ഭേദഗതിയല്ല, പുതിയ നിയമനിർമ്മാണം തന്നെയാണ് ഫലത്തിൽ. നിയമ ഭേദഗതി എന്ന വാക്ക് പോലും അത്യാവശ്യം സത്യസന്ധമല്ലാത്ത പ്രയോഗമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ 1 ഡസനിലേറെ വകുപ്പുകൾ മാറുമ്പോൾ പുതിയ നിയമം തന്നെയാണ് വരുന്നത്. അല്ലാതെ അത് സാങ്കേതികമായി നിയമ ഭേദഗതി എന്ന് പറയാമെങ്കിലും ഫലത്തിൽ, സാരാംശത്തിൽ അതൊരു പുതിയ നിയമനിർമ്മാണം തന്നെയാണ്. അപ്പം ആ പുതിയ നിയമം നിർമ്മിക്കുമ്പോൾ അതിലെ 2 വകുപ്പുകൾ താൽക്കാലികമായി നിർത്തലാക്കി എന്നതിൽ ഇത്ര കണ്ട് ആശ്വസിക്കാനും സന്തോഷിക്കാനും എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ സ്വയം ഒരു ദോഷൈക ദൃക്കിനെ പോലെ ചോദിച്ചു പോവുകയാണ്. വാസ്തവത്തിൽ അടിസ്ഥാനപരമായ മറ്റ് പല വ്യവസ്ഥകളും അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അവ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വഖഫ് ചെയ്യണമെങ്കിൽ 5 വർഷം മുസ്ലിമായി 5 വർഷം കഴിഞ്ഞിരിക്കണം എന്നുള്ള വ്യവസ്ഥ ഒരു ഉദാഹരണത്തിന് പറയുകയാണ്. അവിടെ കോടതിയിൽ ഉന്നയിക്കപ്പെട്ടുള്ളൊരു, ഞാൻ ഹാജരാവാത്ത കേസ് കൂടിയാണ്, അതുകൊണ്ട് എനിക്ക് യാതൊരു പക്ഷപാതിത്വം ഇല്ലാതെ തന്നെ ഈ കാര്യത്തിൽ സംസാരിക്കാൻ കഴിയും. ഉന്നയിക്കപ്പെട്ടുള്ള ഒരു പ്രധാന കാര്യം, ഒരു മുസ്ലിം വിശ്വാസം സ്വീകരിച്ച് 4 വർഷം കഴിഞ്ഞൊരു വ്യക്തിയും അത് സ്വീകരിച്ച് 6 വർഷം കഴിഞ്ഞൊരു 6 വർഷം തികഞ്ഞ ഒരു വ്യക്തിയും തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പം ഇത് ഇസ്ലാമിക നിയമം അനുസരിച്ചിട്ട് യാതൊരു വ്യത്യാസവുമില്ല. മറ്റൊരു നിയമത്തിലൂടെ ആ വ്യത്യാസം ഉണ്ടാക്കുകയാണ്. ഇത് അവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു വാദമാണ്. അത് ഭരണഘടനയുടെ ഈ തുല്യതയെക്കുറിച്ച് പറയുന്ന 14-ാം അനുച്ഛേദത്തിൻ്റെ ലംഘനമാണ്. അപ്പം ഈ വ്യവസ്ഥ നിലനിൽക്കുകയാണ്. അതുപോലെ വഖഫ് സ്വത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ധാരാളം വ്യവസ്ഥകൾ നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ വഖഫ് സ്വത്ത് ചെയ്യുമ്പോൾ ഒരു ദാനത്തിലൂടെ ഒരു സ്വത്ത് വഖഫ് ചെയ്യാം എന്നുള്ളത് വളരെ കാലമായിട്ട് നിലവിൽ. കാരണം ഇതിനൊരു കാരണമുണ്ട്. ഇതൊരു കുറച്ച് അത്യാവശ്യം സങ്കീർണമായിട്ടുള്ളെങ്കിലും ഒരു സരള യാഥാർത്ഥ്യം കൂടിയാണ്. ഇസ്ലാമിക നിയമം അനുസരിച്ചിട്ട് ഒരു ദാനം ചെയ്യണമെങ്കിൽ അത് വാക്കാൽ ചെയ്യും. അപ്പോൾ ചോദിക്കുക, അതിലെന്താണ് തെളിവ്? തെളിവെന്ന് പറയുന്നത് പിന്നീട് ഉണ്ടാകുന്നതാണ്. ഉദാഹരണത്തിന് റവന്യൂ രേഖകളിലുള്ള മാറ്റം, എങ്കിൽ ആ സ്വത്തിൻ്റെ ഉപയോഗം ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതിൻ്റെ സവിശേഷതകൾ. അപ്പോൾ വാക്കാലെയുള്ള ദാനം എന്ന് പറയുന്നത് വളരെ നൂറ്റാണ്ടുകളായിട്ടൊരു സമൂഹം കൊണ്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിന് നിയമം അംഗീകരിക്കുകയാണ്. ഇസ്ലാമിക് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ആ രീതിയിൽ നൽകുന്ന ഒരു ഗിഫ്റ്റ്, ആ ഗിഫ്റ്റിൻ്റെ തീയതി മുതൽ തന്നെ അത് പ്രാബല്യത്തിൽ വരുന്നു. വൺസ് എ ഗിഫ്റ്റ് ഓൾവേസ് എ ഗിഫ്റ്റ്. ഇത് വഖഫ് ആക്റ്റിലും 95-ലുള്ള വഖഫ് നിയമത്തിലും മൂല നിയമത്തിലും അതുപോലെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഇങ്ങനെ ധാരാളം ക്രയവിക്രയങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട് വഖഫിൻ്റെ പശ്ചാത്തലത്തിൽ. ഇതിനുള്ള അംഗീകാരം പുതിയ ഭേദഗതി എടുത്തു കളയുക. അപ്പോൾ ഇത് എടുത്തു കളയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഒരു ഡീഡില്ലാതെയും ക്രയവിക്രയമാകാമെന്നുള്ള ചിരപുരാതനമായിട്ടുള്ള വിശ്വാസ പ്രമാണം തന്നെ എടുത്തു കളയുക. ഇതൊന്നും പുതിയ സ്റ്റേ ഉത്തരവിൽ പരാമർശിക്കപ്പെട്ടു പോയിട്ടും പോലുമില്ല. ഇവിടെ ഈ ഹിബ എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട് ഇസ്ലാമിൽ. അത് ഈ വാക്കാലെയുള്ള ദാനമാണ്. അതിന് രേഖ ആവശ്യമില്ല. ബന്ധുക്കൾക്കോ മറ്റുള്ളവർക്കോ നൽകുന്നതിന് രേഖ ആവശ്യമില്ല.
അപ്പോൾ അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് മറ്റ് സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കുക. ഇപ്പോൾ 200 കൊല്ലം മുമ്പ് നടന്ന ഒരു വാക്കാലുള്ള ദാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു പക്ഷേ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഒരു സ്വത്ത് കൈയാളുന്നത്. 200 കൊല്ലം അത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ കയ്യിലാണെങ്കിൽ 200 കൊല്ലം മുമ്പ് ആ ചെയ്തിട്ടുള്ള രേഖ അന്വേഷിച്ച് പോകേണ്ടെന്ന് ആവശ്യമില്ല. ഇതുപോലെ ധാരാളം കാര്യങ്ങൾ ഈ പുതിയ ഭേദഗതിയിലൂടെ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ ഈ കമ്മ്യൂണിറ്റി പ്രാക്ടീസ് അല്ലെങ്കിൽ വാക്കാലുള്ള പ്രഖ്യാപനങ്ങൾ, അതല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള ഉപയോഗം, ഇതൊക്കെയാണ് വഖഫ് ബൈ യൂസർ എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് എത്തിയത്. ഇതിലൊക്കെ പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ രേഖ കാണിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം വളരെ പ്രധാനമായിട്ട് വരുന്നൊരു കാര്യം അതാണ്. മറ്റ് പല ഇതുമുണ്ട്. അഡ്ജുഡിക്കേറ്ററി അധികാരം സർക്കാരിന് കൊടുക്കുക. പ്രാഥമികമായിട്ട് നാളിതുവരെ മറ്റുള്ള അധികാരികൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ജുഡീഷ്യൽ ഫോറം വഖഫ് ട്രിബ്യൂണലും മറ്റും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും സർക്കാരിലേക്ക് കൊടുക്കുകയാണ്. തർക്കം വന്നു കഴിഞ്ഞാൽ അത് തീരുമാനിക്കേണ്ടത് ഗവൺമെൻറ്റാണ്, കലക്ടറാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അപ്പം പലപ്പോഴും ഇതിൻ്റെ ഈ രേഖകൾ ചോദിക്കുമ്പോൾ, ഇത് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ കാര്യം സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ വരുന്ന ഒരു പ്രശ്നം ഇതാണ്. ഇത് എൻ്റെ അഭിപ്രായത്തിൽ മതമേഖലയിൽ മറ്റൊരർത്ഥത്തിൽ നടപ്പിലാക്കുന്ന NRC ആണ്, നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺഷിപ്പാണ്. കാരണം നാളിതുവരെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഇല്ലെങ്കിൽ ദാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഇല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ, നീണ്ടുനിന്ന ഉപയോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ കയ്യാളിയിരുന്ന സ്വത്തുക്കളുടെ രേഖകൾ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭാവിയിലെങ്കിലും അത്തരത്തിലുള്ള രേഖകൾ ആവശ്യമാക്കുമ്പോൾ സംഭവിക്കുന്നത് ഒരു പ്രത്യേക മതവിഭാഗം ശീലിച്ചിട്ടില്ലാത്ത, അവർക്ക് പരിചിതമല്ലാത്ത ചില നിബന്ധനകൾ മതനിയമങ്ങളുടെ ലോകത്തേക്ക് ഇമ്പോസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിലേക്ക് അവരുടെ മേൽ പ്രതിഷ്ഠിക്കുകയാണ്. ഇതുപോലെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ സെക്ടറൽ ഓട്ടോണമി, ഇപ്പോൾ ഇന്ന് നിലവിലുള്ള വഖഫ് നിയമം അനുസരിച്ച് മതത്തിനകത്തെ വ്യത്യസ്ത വിഭാഗങ്ങൾ, ഇപ്പോൾ സുന്നി ഷിയ വിഭാഗങ്ങൾ, ആ ഡിനോമിനേഷനെ അംഗീകരിക്കുന്ന ഒരു നിയമമാണ് ഇപ്പോഴുള്ളത്. പക്ഷേ ഈ ഭേദഗതിയിലൂടെ അത്തരത്തിലുള്ള വേർതിരിവുകൾ തികച്ചും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പുറത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമായി തോന്നണമെന്നില്ല. പക്ഷേ ഇതിനകത്ത് ഉള്ള ആളുകളുടെ വിശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ പ്രധാനമാണ്. അതുപോലെ ഈ ഗവൺമെൻറ് പ്രോപ്പർട്ടി, ഒരു പ്രത്യേക വഖഫിൻ്റെ സ്വത്ത് ഗവൺമെൻറ് സ്വത്താണോ എന്നുള്ള തർക്കം വന്നു കഴിഞ്ഞാൽ അതിലുള്ള തീരുമാനം അടിസ്ഥാനപരമായി എടുക്കേണ്ടത് ഗവൺമെൻറ് തന്നെയാണ്, ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് എന്നുള്ള നില വരിക. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഈ അഡ്ജുഡിക്കേഷൻ എന്നുള്ള സംഭവം തന്നെ ഇല്ലാതാവുക. അവിടെ അഡ്ജുഡിക്കേഷന് പകരം ബ്യൂറോക്രസിക്ക് നീതിന്യായ അധികാരങ്ങൾ കൊടുക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവുക. ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും തന്നെ നിലവിലുള്ള സ്റ്റേ ഉത്തരവ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് നാം ജാഗ്രതയോടുകൂടി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ കേന്ദ്ര അതുപോലെ സംസ്ഥാന വഖഫ് കൗൺസിലിലും ബോർഡിലും, കേന്ദ്ര കൗൺസിലിലും 11 അംഗ സംസ്ഥാന ബോർഡിലും തിരുകി കയറ്റുന്നു എന്നുള്ളത് അത് തീർച്ചയായിട്ടും കോടതിയും പറഞ്ഞിട്ടുണ്ട്. അത് തൽക്കാലം അത് നടപ്പിലാക്കുന്നില്ല. അത് അത്രയും ആശ്വാസകരമാണ് എന്നതല്ലാതെ, അതുപോലെ വഖഫ് ബൈ യൂസർ എന്നുള്ള കാര്യത്തിലും തൽക്കാലം പെട്ടെന്ന് ധൃതിപ്പെട്ട് കൊണ്ടുവരുന്നില്ല. ഈ 2 കാര്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി കാര്യത്തിലൊക്കെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്.
ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകൾ പരിശോധിക്കേണ്ടത് വഖഫ് ട്രിബ്യൂണലിന് പകരം ഇനിമേൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ്. അതുപോലെ സർക്കാർ സ്വത്ത് വഖഫ് സ്വത്തായാലും അത് സർക്കാരിൻ്റേതാണ് എന്നുള്ള വാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിനെ വഖഫ് സ്വത്തായിട്ട് കണക്കാക്കുകയില്ല. ഈ സർക്കാർ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു സന്ദർഭത്തിൽ വളരെ നിഷ്പക്ഷമായ അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു അമ്പയറാണ് എന്ന് സ്വാഭാവികമായിട്ടും വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. അതുപോലെ ഈ ഇസ്ലാമിൽ പെടാത്ത ആളുകൾ നൽകുന്ന വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളുടെ മറ്റു അടിസ്ഥാനത്തിൽ നൽകുന്ന വഖഫ്, അതിനെ പഴയ നിയമം അംഗീകരിക്കുന്നുണ്ടെങ്കിലും പുതിയ നിയമം അത്തരത്തിലുള്ള കാര്യങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയാണ്. ഇല്ല, നിരുത്സാഹപ്പെടുത്തുകയല്ല, നിരോധിക്കുകയാണ് എന്ന് കാണണം. നിയമത്തിൽ 104 വകുപ്പ് തന്നെ എടുത്ത് കളഞ്ഞതുകൊണ്ട് സംഭവിച്ചിട്ടുള്ള കാര്യം അതാണ്. അതുപോലെ ബോർഡിനുള്ള അധികാരങ്ങൾ പലതും ഗവൺമെൻറ്റിലേക്ക് പോവുകയാണ്. ഇതിലെല്ലാം ഉപരി മറ്റൊരു കാര്യം കൂടി നടന്നിട്ടുണ്ട്, അത് അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലാത്തൊരു കാര്യം. വഖഫ് സംബന്ധമായിട്ടുള്ള നിയന്ത്രണ അധികാരം ഇന്ന് വളരെ വികേന്ദ്രീകൃതമായ സംസ്ഥാന വഖഫ് ബോർഡുകളിലുള്ള അധികാരങ്ങൾ മുഴുവനും ഒരു പുതിയ പോർട്ടലിലൂടെ അതിൽ രജിസ്റ്റർ ചെയ്യുന്ന വിവരങ്ങളിലൂടെ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കുന്ന സംവിധാനങ്ങളും ഏറ്റെടുക്കുകയും ഇത് വഴി വഖഫ് മേഖലയിൽ ഉണ്ടായിരുന്ന ഫെഡറലിസം, ആ ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ തന്നെ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് നിയമവുമായി ബന്ധപ്പെട്ടുള്ള വളരെ ഹ്രസ്വമായിട്ടുള്ള ചില കാര്യങ്ങൾ. ഇതിലൊന്നും തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഇടപെടൽ ഇന്നത്തെ സ്റ്റേ ഉത്തരവിലൂടെ ഉണ്ടായിട്ടില്ല. ഇല്ലെങ്കിൽ സ്റ്റേ ഉത്തരവ് എന്നതിനേക്കാൾ കേന്ദ്രം നൽകിയ അണ്ടർടേക്കിങ്ങിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നാം ജാഗ്രതയോടുകൂടി തിരിച്ചറിയേണ്ടുന്ന ഒരു വിഷയം. ഇനി ഇപ്പോൾ ഇന്ന് ഇത് ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരെയാണ്, നാളെ അത് മറ്റുള്ളവർക്കെതിരെ വന്നേക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരെ അത് പ്രയോഗിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെ ഒരു പൗരസമൂഹം എന്നുള്ള നിലയിൽ നാളെ നമുക്കെതിരെ വരുന്നത് കൊണ്ട് പോലുമല്ല, മറിച്ച് ഇന്നിവർക്കെതിരെ വരുന്നത് കൊണ്ട് തന്നെ ആ പാറ്റേൺ അല്ലെങ്കിൽ അതുവഴി സംഭവിക്കുന്ന ജനാധിപത്യ ധ്വംസനം എതിർക്കപ്പെടേണ്ടതാണ്. ഇത് പറയാൻ ഒരു കാരണമുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിക്കാൻ ശ്രമിച്ചതുപോലെ വഖഫ് നിയമം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട ഒരു നിയമ ഭേദഗതി സംരംഭമല്ല. നിയമനിർമ്മാണം തന്നെ ഒരു തരത്തിലുള്ള സ്റ്റേറ്റ് ടെററിസത്തിനുള്ള ഉപാധിയാക്കി മാറ്റിയ സംവിധാനമാണ് ഈ കഴിഞ്ഞ 10 വർഷമായി നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തരം ലെജിസ്ലേറ്റീവ് ടെററിസം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സംഗതി അല്ലെങ്കിൽ ഒരു സംരംഭം, പ്രത്യേകിച്ച് ന്യൂനപക്ഷാവകാശങ്ങളുടെ മേഖലയിൽ പ്രത്യേകിച്ചും പൊതുവേ മനുഷ്യാവകാശങ്ങളുടെ കാര്യത്തിൽ പൊതുവായും ന്യൂനപക്ഷാവകാശങ്ങളുടെ കാര്യത്തിൽ സവിശേഷമായും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കാണും. ഉദാഹരണത്തിന് ഇപ്പോൾ ട്രിപ്പിൾ തലാഖിനെ ക്രിമിനൽ വൽക്കരിച്ചുകൊണ്ടുള്ളൊരു നിയമം വന്നു. ഇത് നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്ന ഒരു കാര്യം അതാണ്. എല്ലാ കാര്യത്തിലും ഒരു അപകടകരമായ ഉപരിപ്ലവതയുണ്ട്, ഒരു പരിധിവരെ ആകർഷകം കൂടിയായ ഉപരിപ്ലവതയുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് ട്രിപ്പിൾ തലാഖിൻ്റെ ഒരു സവിശേഷ രൂപമാണത്. അതിനെയാണ് നിയമനിർമ്മാണം വഴി ക്രിമിനൽ കുറ്റമാക്കി മാറ്റിയത്. യാഥാർത്ഥ്യം എന്താണ്? ഈ ഇൻസ്റ്റൻറ്റ് ട്രിപ്പിൾ തലാഖ് എന്ന് പറയുന്നത് നിയമപരമായി അസാധുവായിട്ടുള്ള ഒരു കാര്യം, വോയിഡ് അബിനീഷ്യോ. അത് അസാധുവാക്കിയത് സുപ്രീം കോടതിയാണ്. 2017 സൈറ ബാനുവിൻ്റെ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു, ആരെങ്കിലും ഈ പറയുന്ന ഇൻസ്റ്റൻറ്റ് ട്രിപ്പിൾ തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ അത് ചൊല്ലിയതിന് വിലയില്ല. അങ്ങനെ ഒരു കാര്യമേ നടന്നിട്ടില്ല. ഇറ്റ്സ് എ നോണസ്റ്റ്. ഇങ്ങനെ നോണസ്റ്റ് ആയിട്ടുള്ള ഇല്ലെങ്കിൽ സംഭവിച്ചിട്ടില്ല, നിയമദൃഷ്ട്യാ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തെ പിന്നെ എന്തിനാണ് ക്രിമിനലൈസ് ചെയ്യുന്നത്? ഒരു കാര്യത്തിന് എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാകുമ്പോൾ മാത്രമാണ്. അതൊരു ഒന്നാമത്
ഡിവോഴ്സ് എന്ന് പറയുന്നത്, വിവാഹമോചനം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു സിവിൽ കരാർ ഇല്ലെങ്കിൽ സിവിൽ കരാറിൻ്റെ അവസാനിപ്പിക്കലാണ്. അത് ഏകപക്ഷീയമാവാം എന്തായാലും. അങ്ങനെയുള്ളൊരു കാര്യത്തിന് എന്തെങ്കിലും ഒരു വിലയുണ്ടാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നിലനിൽക്കുന്ന ഒരു കാര്യം മാത്രമേ അവസാനിപ്പിക്കാൻ പറ്റുകയുള്ളൂ. നിലനിൽക്കാത്ത ഇല്ലെങ്കിൽ നിയമപരമായി സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തെ അവസാനിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള നിയമപരമായി സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യം അവസാനിപ്പിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതൊരു തമാശ മാത്രമാണ്. അതിനെയാണ് വർഷങ്ങളോളം ജയിലിൽ കിടത്താവുന്ന ഒരു കുറ്റകൃത്യമായി ഈ കപടമായ ഒരു നിയമനിർമ്മാണത്തിലൂടെ വ്യാഖ്യാനിച്ചതും അതിനെയാണ് ജനങ്ങളിൽ പലരും വലിയ ഒരു നിയമനിർമ്മാണ സംരംഭമായി തോളിലേറ്റിയത്. ഇതുവഴി പല പ്രശ്നങ്ങളുമുണ്ട്. ഒന്ന്, ഇതുവഴി സംഭവിച്ചിട്ടുള്ളത് പലപ്പോഴും മുസ്ലിം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ഈ നിയമം വന്നതോടുകൂടി പലരും, അതായത് അവരവരുടെ ഭാര്യമാരെ സംരക്ഷണം അർഹിക്കുന്ന ഭാര്യമാരെ സംരക്ഷിക്കാത്ത ഭർത്താക്കന്മാർ ഈ പറയുന്ന ഇൻസ്റ്റൻറ്റ് ട്രിപ്പിൾ തലാക്ക് ചെല്ലാതെ അവർ ഭാര്യമാരെ ഫലത്തിൽ ഉപേക്ഷിക്കുന്ന തന്ത്രപരമായി വിതിൻ ഇൻവെർട്ടഡ് കോമ അങ്ങനെയുള്ളൊരു സാഹചര്യം സൃഷ്ടിച്ചു. ഇത് നിയമത്തിൻ്റെ നേരിട്ടുള്ളൊരു ഫലമാണ്. അല്ലാതെ ഇതുകൊണ്ട് മുസ്ലിം ഭർത്താക്കൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഭാര്യമാരെ സംരക്ഷിക്കാത്ത മുസ്ലിം ഭർത്താക്കന്മാർ ഈ നിയമത്തിനെ പേടിച്ച് അവരെ സംരക്ഷിക്കുന്ന ഒരവസ്ഥ പലപ്പോഴും ഋജുബുദ്ധികളായ ഈ ആളുകൾ ചിന്തിക്കുന്നത് പോലെ സംഭവിച്ചിട്ടില്ല. മറ്റൊരു കാര്യം, ഇനി അഥവാ ഇത് സംഭവിച്ചു എന്ന് തന്നെ വെക്കുക, ഈ പറയുന്ന സംരക്ഷണ ചെലവ് കൊടുക്കുന്നയാളെ ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ ഭാര്യമാരുടെ സംരക്ഷണം നടക്കുമല്ല, അയാളുടെ ഗവൺമെൻറ് നേതൃത്വത്തിലുള്ള സംരക്ഷണം മാത്രമാണോ നടക്കുക എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്ന കാര്യം മാത്രം. ഇതുവഴി എങ്ങനെയാണ് മുസ്ലിം സ്ത്രീകളുടെ ഉന്നമനം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വളരെ നിയമപ്രശ്നമല്ല, അതൊരു കോമൺ സെൻസിക്കൽ ക്വസ്റ്റ്യനാണ്. പ്രശ്നം ഇതാണ്, പലപ്പോഴും നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുള്ളത് ഈ പറയുന്ന ഭൂരിപക്ഷ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ നിയമനിർമ്മാണങ്ങൾ പോപ്പുലിസ്റ്റ് നിയമനിർമ്മാണങ്ങൾ എന്നതിലുപരി ജനങ്ങളെ വിഭജിക്കുവാനും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വിഭജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങളെ കാണാനും അതുവഴി ഭൂരിപക്ഷ വർഗീയതയെ കപടമായ തന്ത്രങ്ങളിലൂടെ ഊട്ടി വളർത്താനുമുള്ള യത്നങ്ങൾ മാത്രമായിരുന്നു. ഇത് 2014 മുമ്പ് നമുക്ക് അധികം പരിചയമില്ലാത്ത കാര്യമാണ്. അന്നും കരിനിയമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പോട്ട പോലുള്ള നിയമങ്ങളൊക്കെ വന്നിരുന്നത് ഇതിനു മുമ്പുള്ള കാലഘട്ടത്തിലാണ്. പക്ഷേ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള നിയമങ്ങൾ, അതുപോലെ മറ്റൊരു നിയമനിർമ്മാണമാണ് നമ്മുടെ ചില സംസ്ഥാനങ്ങളിൽ മാത്രം സംഭവിച്ചിട്ടുള്ള യൂണിഫോം സിവിൽ കോഡ്. ഇത് ഒരു ഭരണഘടനാപരമായ ഭരിതമാണ്, ഭരണഘടനാപരമായ ഒരു ക്രൂരഭരിതമാണ് ഒരു പക്ഷേ. കാരണം ഭരണഘടനയുടെ 44-ാം അനുച്ഛേദം പറയുന്നത് രാജ്യമൊട്ടാകെ, ഫോർ ദ എൻറ്റയർ ടെറിട്ടറി ഓഫ് ഇന്ത്യ, രാജ്യമൊട്ടാകെ ബാധകമായിട്ടുള്ള യൂണിഫോം സിവിൽ കോഡ്. അതിൻ്റെ ന്യായാന്യായങ്ങളും മറ്റു കാര്യങ്ങളും നമ്മുടെ ഇപ്പോഴത്തെ ചർച്ചയുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ മാറ്റിവെക്കുന്നു. പക്ഷേ രാജ്യമൊട്ടാകെ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ ഭരണഘടനയുടെ അത് നിർദ്ദേശക തത്വം മാത്രമാണ്. ഡോക്ടർ അംബേദ്കർ പോലും ഓപ്ഷണൽ സിവിൽ കോഡിനെ പറ്റി മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പോൾ ഡോക്ടർ അംബേദ്കർക്ക് അതിൻ്റെ പ്രായോഗികതയെ കുറിച്ചിട്ട് വളരെ സംശയകരമായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തം, അതിരിക്കട്ടെ. പക്ഷേ തത്വത്തിൽ നാം ആലോചിച്ചാൽ പോലും ഇന്ന് മതങ്ങൾക്കിടയിൽ മാത്രമാണ് വ്യത്യസ്ത സിവിൽ നിയമങ്ങൾ നിലവിലുള്ളത്. ഇവരുടെ യൂണിഫോം സിവിൽ കോഡ് വഴി സംസ്ഥാനങ്ങൾക്കിടയിൽ തന്നെ, ഇന്ത്യയിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ തന്നെ വ്യത്യസ്ത സിവിൽ കോഡുകൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇത് ഭരണഘടനയുടെ 44-ാം അനുച്ഛേദത്തിൻ്റെ പോലും താല്പര്യത്തെ അട്ടിമറിക്കുന്നത്. സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള ഒരു യൂണിഫോം സിവിൽ കോഡ്
ഭരണഘടനയിൽ വിവക്ഷിച്ചിട്ടില്ലാത്തതാണ്. മാത്രമല്ല വിവക്ഷിച്ചിട്ടുള്ള തരത്തിലുള്ള യൂണിഫോം സിവിൽ കോഡിൻ്റെ അന്തസ്സത്തയ്ക്ക് എതിരായിട്ടുള്ളത്. ഉത്തരാഖണ്ഡിൽ ഒരു സിവിൽ കോഡ്, അതിനുശേഷം അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഗുജറാത്തിലും ആസാമിലും ഉത്തർപ്രദേശിലും ഒക്കെ ആ രീതിയിലുള്ള നിയമനിർമ്മാണ സംരംഭങ്ങൾ നടക്കുന്നു. അതിന് സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ന്യായാധിപരടക്കം അത്തരം കമ്മിറ്റികളിൽ ഗുജറാത്തിലടക്കം ഭാഗവാക്കാകുന്നു. ഇത് എന്താണ് സംഭവിക്കുന്നത്? ഇത് എന്ത് തരത്തിലുള്ള യൂണിഫോം സിവിൽ കോഡാണ്? ഇവിടെയും നടക്കുന്നത് മറ്റൊരു വിഭജന ശ്രമം മാത്രമാണ്. അപ്പോൾ അതുവഴി പലതും ചെയ്യുന്നു. ഇപ്പോൾ ലിവ് ഇൻ റിലേഷൻ പോലുള്ള കാര്യങ്ങൾ പോലും രജിസ്റ്റർ ചെയ്യണം, വിവാഹം പോലെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള അവസ്ഥ വന്നു. വ്യക്തി ജീവിതത്തിൽ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളിലൊക്കെ തന്നെ സ്റ്റേറ്റ് അതിൻ്റെ പോലീസ് പവറിനെ ഉപയോഗിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നു ഈ പറയുന്ന സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള യൂണിഫോം സിവിൽ കോഡ് എന്നുള്ള ഇതിലൂടെ. ഇതൊന്നും പലതും വ്യക്തിപരമായിട്ടുള്ള സിവിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. മനുഷ്യബന്ധങ്ങൾ, മനുഷ്യ താല്പര്യങ്ങൾ, ഇൻറ്റിമസി, ഏജൻസി, ഇതിലൊന്നും ഇപ്പോൾ ധാർമ്മികമായിട്ടുള്ള എല്ലാ കാര്യത്തിലും സ്റ്റേറ്റിന് ഇടപെടാനുള്ള അവകാശമില്ല. ഇപ്പോൾ നൈതികമായിട്ടുള്ള തെറ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ക്രിമിനലൈസ് ചെയ്യാൻ സ്റ്റേറ്റിന് അധികാരമില്ല. ഇപ്പോൾ കളവ് പറയുന്നു, നമ്മുടെ ഒരു ഭാര്യ കളവ് പറയുന്നു ഭർത്താവിനോട്, അതിൻ്റെ പേരിൽ ഭാര്യയെ പിടിച്ച് ജയിലിലിടാൻ സ്റ്റേറ്റിന് അധികാരമില്ല. കളവ് പറയുന്നത് ശരിയാണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ അവിടെ ധാർമ്മികമായിട്ടുള്ളൊരു കാര്യവും ക്രിമിനൽ ആയിട്ടുള്ള ഒരു കാര്യവും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട്. പലപ്പോഴും ഈ തരത്തിലുള്ള നിയമനിർമ്മാണങ്ങളിലൂടെ സംഭവിച്ചിട്ടുള്ളത് അതാണ്. ഇപ്പോൾ UCC ഉത്തരാഖണ്ഡിൽ വന്നപ്പോൾ ഈ എല്ലാ ബന്ധങ്ങളും രജിസ്റ്റർ ചെയ്യണമെന്ന് വന്നു. മറ്റൊരു നിയമനിർമ്മാണമാണ് ഈ പറയുന്ന ലവ് ജിഹാദ് എന്ന് തെറ്റായി വ്യവഹരിക്കപ്പെട്ട ഒരു സംജ്ഞയുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നിട്ടുള്ള മതം മാറ്റ വിരുദ്ധ നിയമങ്ങൾ പല സംസ്ഥാനങ്ങളിലും വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ചിട്ട് നമുക്കറിയാം, പലപ്പോഴും വ്യത്യസ്ത മതങ്ങളിലുള്ള ആളുകൾ തമ്മിൽ വിവാഹിതരായാൽ ആ ദമ്പതികളെ പോലും സ്റ്റേറ്റിൻ്റെ മെഷീനറി ഉപയോഗിച്ചിട്ട് പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ച് വേട്ടയാടുന്ന അവസ്ഥ വന്നു. അതുവഴി മനുഷ്യർക്ക് സ്നേഹിക്കാനുള്ള പ്രാഥമികമായിട്ടുള്ള അധികാരം പോലും എടുത്തു കളയുന്ന അവസ്ഥ വന്നു. ഇതും സംഭവിച്ചത് ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗം മറ്റുള്ളവരെ ലവ് ജിഹാദ് നടത്തുന്നു എന്നുള്ള തെറ്റായിട്ടുള്ള വസ്തുതകളുടെ അടിസ്ഥാനമില്ലാത്ത, ചരിത്രപരമായ പിൻബലമില്ലാത്ത വ്യാഖ്യാനത്തിൻ്റെ ഒരു ഫാൾസ് നെറേറ്റീവിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം നിയമനിർമ്മാണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ന്യൂനപക്ഷത്തെ വേട്ടയാടുന്ന പല സമ്പ്രദായങ്ങളിൽ ഒന്ന് മാത്രമാണ്. ഇപ്പോൾ നമുക്കറിയാം, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് മറ്റൊരു നിയമനിർമ്മാണ സംരംഭമാണ്. ഇതിൻ്റെ പരമ്പര മാത്രമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു തുടർച്ച മാത്രമാണ് വഖഫ് നിയമ ഭേദഗതി അല്ലെങ്കിൽ വഖഫ് നിയമ സംരംഭം. ഇപ്പോൾ സിറ്റിസൺഷിപ്പ് എൻ്റെ കാര്യത്തിൽ വന്നു, പൗര നിയമത്തിൻ്റെ ഉണ്ടായിട്ടുള്ള ഭേദഗതി. ഇപ്പോൾ ഈ രാജ്യത്ത് അതിനു മുമ്പാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ പോലും ഈ രാഷ്ട്രം പ്രായേണ ശാന്തമായിരുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതൊരു വലിയ ക്ഷമയുടെ, സഹനത്തിൻ്റെ ഒരു രൂപമായിട്ടാണ് എനിക്ക് ചരിത്രപരമായി നോക്കുമ്പോൾ തോന്നിയിട്ടുള്ളത്. കാരണം നമുക്കറിയാം, സിഖ് കലാപം പോലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ബാബരി മസ്ജിദിൻ്റെ കോടതി വിധി വന്നു. അപ്പോൾ ബാബരി മസ്ജിദ് കേസിലെ കോടതി വിധിക്ക് ശേഷം പള്ളി പൊളിച്ചത് തെറ്റാണെന്ന് കോടതി തന്നെ പ്രഖ്യാപിച്ചു. പക്ഷേ ആ തെറ്റായി പള്ളി പൊളിച്ച ആളുകൾക്ക് അവിടെ അമ്പലം പണിത് കൊടുക്കാനുള്ള ബാധ്യത
ഒരു സെക്കുലാർ സ്റ്റേറ്റിൽ, കുറഞ്ഞപക്ഷം ഭരണഘടനാപരമായി തത്വത്തിലെങ്കിലും സെക്കുലർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ നിക്ഷേപിക്കുകയാണ് കോടതി ചെയ്തത്. അതിനുശേഷം പോലും പ്രായേണ നമ്മുടെ രാഷ്ട്രം സമാധാനത്തിൽ നിന്നു. ഒരു സമുദായവും അതിനെതിരെ കലാപം ചെയ്തില്ല എന്നുള്ളത് അടിവരയിട്ട് ഓർമ്മിക്കേണ്ടുന്നൊരു കാര്യമാണ്. അതേസമയം പൗരാവകാശ നിയമത്തിൽ ഭേദഗതി വരുത്തിയപ്പോൾ, അല്ലെങ്കിൽ NRCയുമായി ബന്ധപ്പെട്ട് ചില അശുഭ സൂചനകളുണ്ടായപ്പോൾ ഈ സമൂഹം മുഴുവനും അതിനെതിരെ പ്രതിഷേധിച്ചു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, പള്ളി പൊളിച്ചപ്പോഴും ആ പൊളിച്ചതിനെ സുപ്രീം കോടതി തന്നെ പരോക്ഷമായി സ്ഥിരീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പോലും ഉണ്ടായിട്ടില്ലാത്ത ന്യൂനപക്ഷ പ്രക്ഷോഭം ഉണ്ടായത് രാഷ്ട്രം നിയമനിർമ്മാണം വഴി അവരുടെ പൗരത്വത്തെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചപ്പോഴായിരുന്നു. ഇത് ചരിത്രപരമായി വ്യവച്ഛേദിച്ച് അറിയേണ്ടുന്ന ഒരു പാഠമാണ്, സന്ദേശമാണ്. പൗരത്വം അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിശ്വാസ പ്രമാണമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഈ വ്യത്യാസം എന്ന് പറയുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, അവരെത്രമാത്രം ഇന്ത്യൻ ദേശീയതയുടെ, ഇന്ത്യൻ പൗരത്വ സങ്കല്പത്തിൻ്റെ ഭാഗമാണ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുന്ന ഒരു വ്യത്യാസമാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ന്യൂനപക്ഷാവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്നത് എന്നുള്ള ചോദ്യം വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം കണ്ടെത്താവുന്ന ഒരു ചോദ്യം കൂടിയാണ്. നമ്മുടെ ഭരണഘടന നിർമ്മിച്ചപ്പോൾ ഒരുപാട് ചർച്ചകളും സംവാദങ്ങളും നടന്നു. എൻ്റെ എളിയ അഭിപ്രായത്തിൽ ഒരു ഭരണഘടനയുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം തന്നെ ഭൂരിപക്ഷത്തിൽ നിന്ന് ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഭൂരിപക്ഷത്തിൻ്റെ അപ്രമാദിത്വം എന്ന് പറയുന്നത് പരമ്പരാഗതമായ ആയിട്ടുള്ള, അല്ലെങ്കിൽ പ്രാകൃതമായിട്ടുള്ള ജനാധിപത്യമാണ്. ഭൂരിപക്ഷം പറയുന്നതാണ് ശരി എന്ന് വന്നു കഴിഞ്ഞാൽ ന്യൂനപക്ഷത്തിന് അവിടെ അവകാശങ്ങളില്ല. അതിൽ നിന്ന്, പരമ്പരാഗത ജനാധിപത്യത്തിൽ നിന്ന്, കൺവെൻഷണൽ ഡെമോക്രസിയിൽ നിന്ന് വ്യത്യസ്തമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി, ഭരണഘടനാ ജനാധിപത്യം. അവിടെ ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങളെ മാനിക്കുന്ന ഭൂരിപക്ഷത്തിൻ്റെ, അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ, റിപ്പബ്ലിക്കിൻ്റെ മര്യാദയാണ് പ്രധാനമായി മാറുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഭരണഘടന നിലവിൽ വന്നു കഴിഞ്ഞാൽ, ഭരണഘടനയുടെ ഈ അടിസ്ഥാന തത്വത്തെ, അല്ലെങ്കിൽ അടിസ്ഥാന ഉദ്ദേശ്യത്തെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ടോ എന്നൊരു പ്രശ്നം വരുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത്, ഈ തുടർച്ചയായിട്ട് മാവോയിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരായിരുന്ന ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനായിരുന്നു, മരിച്ചുപോയി, പ്രസിദ്ധ അഭിഭാഷകനായിട്ടുള്ള കണ്ണബിരാൻ തുടർച്ചയായിട്ട് ഈ നക്സലൈറ്റുകൾക്കും മാവോയിസ്റ്റുകൾക്കും വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരായിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സന്ദർഭത്തിൽ ഒരു ന്യായാധിപൻ തന്നെ, ഹൈക്കോടതിയിലെ ഒരു ന്യായാധിപൻ തന്നെ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ ഈ നിരന്തരമായിട്ട് ഈ മാവോയിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഹാജരാകും, അപ്പോൾ അവരുടെ ജാമ്യത്തിന് വേണ്ടി അപേക്ഷിക്കുന്നു, അവർക്ക് ഭരണഘടനയിൽ വിശ്വാസം, അപ്പോൾ നിങ്ങൾ എന്തിന് ഇതിന് തുനിയുന്നു മിസ്റ്റർ കണ്ണബിരാൻ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് പറഞ്ഞത്, അപ്പോൾ ഈ അവസരത്തിൽ ഇവിടെ വിചാരണ ചെയ്യപ്പെടുന്നത് എൻ്റെ കക്ഷികളായിട്ടുള്ള ആളുകളുടെ ഭരണഘടനയിലുള്ള വിശ്വാസമല്ല, മറിച്ച് ഇത് തീരുമാനമെടുക്കുന്ന
ന്യായാധിപരുടെ ഭരണഘടനയിലുള്ള വിശ്വാസമാണ് ഇവിടെ വിചാരണ ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഈ ഭരണഘടന ഒരു മതഗ്രന്ഥം പോലെയല്ല. ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ് ഫോർ ഇറ്റ്സ് നോൺ ബിലീവേഴ്സ് ആസ് വെൽ. ഭരണഘടന നിർമ്മിച്ചിരിക്കുന്നത് അതിൽ വിശ്വാസമില്ലാത്ത ആളുകളെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. പക്ഷെ ഈ സംഭവം ഞാൻ മറ്റൊരു പശ്ചാത്തലത്തിലാണ് നിർഭാഗ്യവശാൽ ഇപ്പോൾ ഈ ചർച്ചയിൽ മുന്നോട്ട് വെക്കുന്നത്. ഭരണഘടനാ പ്രകാരം തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. അതിനുശേഷം സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരം ഏറ്റെടുക്കുന്ന ആളുകൾ, അവർക്ക് ഭരണഘടനയിൽ വിശ്വാസമില്ലെങ്കിൽ എന്തായിരിക്കും? നാം ഈ വിഷയത്തിൻ്റെ ഭാഗമായി ഉയർത്തേണ്ടുന്ന ചോദ്യം ഇതാണ് എന്ന് ഞാൻ കരുതുന്നു. നാം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും പലപ്പോഴും ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസമില്ലാത്ത ആളുകളാണ് നമ്മെ ഭരിക്കുന്നത്, ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുന്നത് എന്നുള്ള ഒരു കടുത്ത യാഥാർത്ഥ്യത്തെ നാം അഭിമുഖീകരിച്ചേ പറ്റൂ എന്ന്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് പൗരന്മാർ എന്നുള്ള നിലയിൽ നമുക്ക് മുൻപിലുള്ള മാർഗം എന്ന കടുത്ത ചോദ്യമാണ് ഒരു പക്ഷേ ഇത്തരം ചർച്ചകളിൽ ഉന്നയിക്കപ്പെടുന്നതും ഉന്നയിക്കപ്പെടേണ്ടതും. അപ്പോൾ ഗ്രാൻവിലെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഞാൻ ഇന്ന് ഈ ഇതുമായി ബന്ധപ്പെട്ട് വെറുതെ മറിച്ച് ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട് ഏറ്റവും ആധികാരികമായി അതിൻ്റെ ചരിത്രവും വർത്തമാനവും പറഞ്ഞ 60കളിൽ വന്നിട്ടുള്ള പുസ്തകമാണ് ഗ്രാൻവിലെ ഓസ്റ്റിൻ്റെ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോർണർ സ്റ്റോർ ഓഫ് എ നേഷൻ. ആ പുസ്തകം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് തന്നെ ഭരണഘടനയുടെ നിർമ്മാണത്തിനേക്കാൾ അതിനെ നിലനിർത്തിയതിൽ ഭരണത്തിൽ ഏറിയ ആളുകളും ഭരിക്കപ്പെട്ടവരും ഒരുപോലെ നിർവഹിച്ചിട്ടുള്ള നിസ്തുലമായിട്ടുള്ള പങ്കിനെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, ഒരു ദേശീയ മെച്യൂരിറ്റി, നാഷണൽ മെച്യൂരിറ്റി, ഓസ്റ്റിൻ പ്രയോഗിക്കുന്ന വാക്കതാണ് നാഷണൽ മെച്യൂരിറ്റി. ഞാൻ അതിനെ സ്വതന്ത്രമായിട്ട് മാറ്റി എഴുതും വേണമെങ്കിൽ, ഒരു തരത്തിലുള്ള സിറ്റിസൺസ് സ്റ്റേറ്റ്സ്മാൻഷിപ്പ്. ഇത് വളരെ പ്രധാനമാണ്. പൗര സഞ്ചയം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ നായകത്വ ശീലങ്ങൾ, സ്റ്റേറ്റ്സ്മാൻഷിപ്പ്, അത് ആവശ്യപ്പെടുന്നൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നിരന്തരമായിട്ടുള്ള ഭരണഘടനാ വിദ്യാഭ്യാസത്തിലൂടെയും പൗരന്മാരുടെ നിരന്തരമായ ബോധവൽക്കരണത്തിലൂടെയും മാത്രം സംഭവിക്കുന്നൊരു കാര്യമാണ്. കാരണം സ്ഥാപനങ്ങൾ ഭരണഘടനാനുസൃതമായിട്ടല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ വളരെ അടുത്ത കാലത്ത് പോലും, ഇപ്പോൾ സമീപകാലത്ത് ഒരു ന്യായാധിപൻ ചോദിക്കുന്നു, രാഹുൽ ഗാന്ധിയുടെ മായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ സ്റ്റേ ചെയ്തതിന് ശേഷം, സ്വാഭാവികമായിട്ടും നമ്മുടെ നിയമപരമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഇതിനെ തെറ്റിദ്ധരിക്കരുത്, ഹൈക്കോടതിയുടെ വിധിയെ സ്റ്റേ ചെയ്തതിന് ശേഷം നിങ്ങൾ സവർക്കറെക്കുറിച്ച് ഇങ്ങനെ പറയാമോ? അത് ചരിത്രബോധമില്ലാതെ പറഞ്ഞതല്ലേ എന്ന് ഈ ഉത്തരവിനെ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ജസ്റ്റിസ് ദീപാങ്കർ ദത്തയെ പോലുള്ളൊരു ന്യായാധിപൻ ചോദിക്കുകയാണ്. അതിനെ മാധ്യമങ്ങൾ വലിയ സ്റ്റേ ചെയ്തതിൽ ഉപരിയായിട്ടുള്ള കവറേജ് ഈ വാക്കാലുള്ള പരാമർശത്തിന് കൊടുക്കുകയാണ്. ഇനി ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ സ്വമേധയാ കേസെടുക്കും എന്നുകൂടി സുപ്രീം കോടതി, അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ അവസാന വാക്കായിട്ടുള്ള രാജ്യത്തെ സുപ്രീം കോടതി പറയുകയാണ്.
പ്രതിപക്ഷ നേതാവിനോടാണ് ഇത് പറയുന്നത്. രാജ്യത്തെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവിനോട് സുപ്രീം കോടതിയിൽ നിന്ന് പറയുന്ന വാക്കാണിത്. അപ്പോൾ ഇവിടെ അത് തിരിച്ചറിയപ്പെടുന്നില്ല. പലപ്പോഴും ചില ചർച്ചകൾ നടക്കുന്നുണ്ട് കേരളത്തിലെങ്കിലും കുറഞ്ഞ പക്ഷം. അത് എത്ര കാലം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ എന്തെങ്കിലും സ്വാഗതം ചെയ്യപ്പെടേണ്ടുന്ന വിധികൾ ഉണ്ടാവുമ്പോൾ തന്നെ വളരെ ചുരുക്കം മാത്രമായിട്ടാണ് അത് സംഭവിക്കുന്നത്. ഇപ്പോൾ തമിഴ്നാടിൻ്റെ കേസ് സംഭവിച്ചതുപോലുള്ള വിധികൾ. അപ്പോഴതിനെ എതിർക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ്. അല്ലാതെ കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവല്ല. അദ്ദേഹമാണ് ഭരണഘടനയുടെ അനുച്ഛേദത്തെ തന്നെ തള്ളിപ്പറയുന്നത്. 142 അനുച്ഛേദം ഒരു മിസൈലാണെന്ന് പറയുന്നത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ്. ഈ ഭരണഘടന തൊട്ട് അധികാരത്തിലേറിയ സത്യപ്രതിജ്ഞ ചെയ്ത ഉപരാഷ്ട്രപതിയാണ് ഭരണഘടനയുടെ ഏറ്റവും പ്രധാനമായ, ഫലത്തിൽ തന്നെ നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഏറെ ചർച്ചകൾക്ക് ശേഷം രൂപകൽപ്പന ചെയ്ത 142 അനുച്ഛേദത്തെ തള്ളിപ്പറയുന്നു. എന്നിട്ട് അതിനുശേഷം ഒരു ഭരണഘടനാ ബെഞ്ചിന് വിടണം. ഈ ഭരണഘടനാ ബെഞ്ചിന് ഇപ്പോൾ തന്നെ 50ഓളം കേസുകൾ അവിടെ കെട്ടിക്കിടക്കുമ്പോൾ ഈ തമിഴ്നാടിൻ്റെ കേസ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടു കഴിഞ്ഞാൽ അടുത്ത 10 വർഷത്തേക്ക് അവിടെ തീരുമാനം ഉണ്ടാവില്ല എന്നുള്ളത് ഇദ്ദേഹത്തിന് ഉറപ്പാണ്. ഇദ്ദേഹം അവിടെ ന്യായാധിപനായിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ കേവലം വ്യക്തി താല്പര്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി, അല്ലെങ്കിൽ രഹസ്യമോഹങ്ങളുടെ സാക്ഷാത്കാരത്തിന് വേണ്ടി എന്തും പറയാം, എന്തും പ്രവർത്തിക്കാം എന്നുള്ളൊരു അവസ്ഥാവിശേഷം വന്നിരിക്കുന്നു. ഇപ്പോൾ പഹൽഗാമിനെ കുറിച്ച് പറഞ്ഞു. പഹൽഗാവിലെ ഭീകരമായിട്ടുള്ള സംഭവത്തിൻ്റെ ആഘാതം നമുക്ക് ഇപ്പോഴും ആർക്കും തന്നെ വിട്ടുമാറിയിട്ടില്ല. അവിടെ അതിനുശേഷം ഒരു സർവകക്ഷി യോഗം നടക്കുന്നു. ആ സർവകക്ഷി യോഗത്തിൽ പ്രധാന നേതൃത്വം വഹിക്കേണ്ടുന്ന പ്രധാനമന്ത്രി ബീഹാറിൽ മറ്റ് ചില പ്രഖ്യാപനങ്ങൾ നടത്തി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ്. ഇതിനും വ്യക്തമായിട്ട് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രസ്താവനയ്ക്ക് തെളിവുകൾ ആവശ്യമില്ല. ഒരുപക്ഷെ ഭരണഘടനയിൽ വിശ്വാസമില്ലാത്ത ആളുകളാണ് നമ്മെ ഭരിക്കുന്നത് എന്നുള്ള പ്രസ്താവനയ്ക്ക്. അപ്പോൾ ആ കാര്യം നിർഭാഗ്യകരമെന്ന് പറയട്ടെ ആവർത്തിച്ചുകൊണ്ട് കൂടുതൽ ഇനിയും നീട്ടാതെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ രീതിയിലുള്ളൊരു ചർച്ച കേരളത്തിൽ സംഘടിപ്പിച്ചതിന് ഞാൻ ഇതിൻ്റെ സംഘാടകർക്ക് നന്ദി പറയുന്നു. കേരളത്തിലും ഇത്തരത്തിലുള്ള സംവാദങ്ങൾ മറ്റേത് സംസ്ഥാനത്തെയും പോലെ ആവശ്യമാണ്. കാരണം ഇവിടെ പലപ്പോഴും കാണുന്ന അപകടകരമായ ദൈനംദിനവാദം അല്ലെങ്കിൽ അപകടകരമായ പ്രായോഗികവാദം നാം ഉണർന്നിരുന്ന് തോൽപ്പിക്കേണ്ടുന്നൊരു പ്രവണതയാണ്. ഇപ്പോൾ റബ്ബറിൻ്റെ വിലയുടെ മാത്രം അടിസ്ഥാനത്തിലല്ല രാഷ്ട്രീയ തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടത്. റബ്ബറിൻ്റെ വില അതിനുള്ളൊരു ഘടകമായിരിക്കാം. റബ്ബറിൻ്റെ വില അതിലുള്ള പല ഘടകങ്ങളിൽ ഒന്നായിരിക്കും, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ റബ്ബറിൻ്റെ വിലയുടെ മാത്രം അടിസ്ഥാനത്തിൽ രാഷ്ട്രീയം തീരുമാനിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ നിശ്ചയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അപകടകരമായ പ്രായോഗികവാദം ഈ സൂചിപ്പിച്ചിട്ടുള്ള സിറ്റിസൺസ് സ്റ്റേറ്റ്സ്മാൻഷിപ്പ് എന്ന സങ്കല്പത്തിന് കടക വിരുദ്ധമാണ്. അപ്പോൾ അത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് സ്വയം രക്ഷിക്കുവാനും ഇത്തരം നിയമ നിർമ്മാണങ്ങളെക്കുറിച്ചും ഇത്തരം രാഷ്ട്രീയ പ്രവണതകളെക്കുറിച്ചും കൂടുതൽ ജാഗ്രതയുള്ളവരാകാൻ നമുക്ക് കഴിയട്ടെ എന്നും അതിനുവേണ്ടി ഈ സംവാദം ഉപകരിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ.